തൊഴിൽ വാർത്തയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കുടുംബശ്രീ മിഷനിലേക്കുള്ള രണ്ടാമത്തെ കരാർ നിയമനമാണ് ഇപ്പോൾ ഞാൻ പറയാൻ പോകുന്നത്. ദാരിദ്ര്യ നിർമ്മാർജ്ജന മിഷൻ കുടുംബശ്രീ ജില്ലാ തലത്തിൽ പ്രവർത്തിക്കുന്ന സ്നേഹിത ജെൻഡർ ഹെൽപ്പ് ഡെസ്കുകളിൽ കൗൺസിലർ തസ്തികയിൽ കരാർ അടിസ്ഥാനത്തിലുള്ള ഒഴിവുകളിലേക്ക് യോഗ്യരായ വനിതാ ഉദ്യോഗാർത്ഥികളിൽ നിന്നും അപേക്ഷകൾ ക്ഷണിക്കുന്നു. തസ്തിക കൗൺസിലർ, ഒഴിവ് ആകെ 2 കൊല്ലം, പത്തനംതിട്ട ജില്ലകളിൽ. നിയമന രീതി: കരാർ നിയമനം. കരാറിൽ ഏർപ്പെടുന്ന ദിവസം മുതൽ ആ സാമ്പത്തിക വർഷം അവസാനം വരെയായിരിക്കും കരാർ കാലാവധി. പ്രവർത്തന മികവ് പരിശോധിച്ച് കരാർ ദീർഘിപ്പിക്കുന്നതാണ്. വിദ്യാഭ്യാസ യോഗ്യത: MSc സൈക്കോളജി അല്ലെങ്കിൽ MSW അല്ലെങ്കിൽ കൗൺസിലിംഗിൽ ബിരുദാനന്തര ബിരുദം. പ്രായപരിധി 31/1/2025 40 വയസ്സിൽ കൂടാൻ പാടുള്ളതല്ല. മേൽ വിവരിച്ച യോഗ്യതയും പ്രവൃത്തി പരിചയമുള്ള നിലവിൽ കുടുംബശ്രീയുടെ കമ്മ്യൂണിറ്റി കൗൺസിലറായി പ്രവർത്തിക്കുന്ന 50 വയസ്സിൽ താഴെയുള്ളവർക്കും അപേക്ഷിക്കാവുന്നതാണ്. പ്രവൃത്തി പരിചയം: സർക്കാർ, അർദ്ധ സർക്കാർ, പൊതുമേഖലാ സ്ഥാപനങ്ങൾ, ദേശീയ അന്തർദേശീയ നിലവാരത്തിലുള്ള സ്ഥാപനങ്ങൾ, മികച്ച സ്ഥാപനങ്ങൾ എന്നിവിടങ്ങളിൽ കൗൺസിലറായുള്ള 2 വർഷത്തെ പ്രവൃത്തി പരിചയം നിർബന്ധം. വേതനം 30,000 രൂപ പ്രതിമാസം. ജോലിയുടെ സ്വഭാവം: കുടുംബശ്രീ സ്നേഹിത ജെൻഡർ ഹെൽപ്പ് ഡെസ്കുകളിൽ എത്തുന്നവർക്കും അന്തേവാസികൾക്കുമുള്ള കൗൺസിലിംഗ് നൽകൽ. കുടുംബശ്രീയുടെ പ്രവർത്തനങ്ങളുടെ ഭാഗമായി ഫീൽഡ് തലത്തിലും ആവശ്യമുള്ളവർക്കായി കൗൺസിലിംഗ് നടത്തണം. സ്ത്രീ പദവി സ്വയം പഠന പ്രക്രിയയുടെ ഭാഗമായി കണ്ടെത്തുന്ന നിരാലംബരായ വനിതകൾക്കും കുട്ടികൾക്കുമുള്ള കൗൺസിലിംഗ്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിലുള്ള ജെൻഡർ റിസോഴ്സ് സെൻ്ററുകളിൽ കൗൺസിലിങ്ങിനായി എത്തുന്നവർക്ക് ആവശ്യമായ ഉപദേശം നൽകുക. സ്നേഹിതയുടെ പ്രവർത്തനത്തിൻ്റെ ഭാഗമായി ഫീൽഡ് പ്രവർത്തനവും ഏകോപനവും കുടുംബശ്രീ ജില്ലാ മിഷൻ്റെ നിർദ്ദേശാനുസരണമുള്ള മറ്റു പ്രവർത്തനങ്ങളും. അപേക്ഷ സമർപ്പിക്കേണ്ട രീതി: അപേക്ഷ നിശ്ചിത ഫോർമാറ്റിൽ സമർപ്പിക്കേണ്ടതാണ്. നിയമനം സംബന്ധിച്ച നടപടികൾ സെൻറ്റർ ഫോർ മാനേജ്മെൻറ്റ് ഡെവലപ്മെൻറ്റ് CMD മുഖാന്തരമാണ് നടപ്പിലാക്കുന്നത്. അപേക്ഷാർത്ഥികൾ 500 രൂപ പരീക്ഷാ ഫീസായി അടയ്ക്കേണ്ടതാണ്. നിയമന പ്രക്രിയ: സമർപ്പിക്കപ്പെട്ട ബയോഡാറ്റകളും പ്രവൃത്തി പരിചയവും വിശദമായി പരിശോധിച്ച് സ്ക്രീനിംഗ് നടത്തി യോഗ്യമായ അപേക്ഷകൾ മാത്രം തിരഞ്ഞെടുക്കുന്നതിനുള്ള പൂർണ്ണ അധികാരം CMDക്കുണ്ടായിരിക്കും. ഉദ്യോഗാർത്ഥികളുടെ ബയോഡാറ്റ സ്ക്രീനിംഗ് നടത്തി യോഗ്യതയും പ്രവൃത്തി പരിചയവും പരിഗണിച്ച് യോഗ്യരായവർക്ക് എഴുത്തു പരീക്ഷ, ഇൻ്റർവ്യൂ എന്നിവ നടത്തി റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കുന്നതിനുള്ള പൂർണ്ണ ചുമതല CMDക്കാണ്. അപേക്ഷക എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റുകൾ അപേക്ഷയോടൊപ്പം സമർപ്പിക്കേണ്ടതാണ്. അപേക്ഷ സമർപ്പിക്കേണ്ട വിലാസം www.cmd.kerala.gov.in എന്ന വെബ്സൈറ്റിൽ ഓൺലൈനായി അപേക്ഷകൾ സമർപ്പിക്കേണ്ടതാണ്. അപേക്ഷ ലഭിക്കേണ്ട അവസാന തീയതി 4/3/2025 വൈകുന്നേരം 5 മണി. മറ്റ് നിബന്ധനകൾ: അപേക്ഷകൾ കുടുംബശ്രീ ജില്ലാ മിഷനുകളിലോ സംസ്ഥാന മിഷനിലോ യാതൊരു കാരണവശാലും സ്വീകരിക്കുന്നതല്ല. കൂടാതെ ഓൺലൈൻ അല്ലാതെ ലഭിക്കുന്ന അപേക്ഷകളും യഥാസമയം ലഭിക്കാത്ത അപേക്ഷകളും അംഗീകരിച്ച യോഗ്യതകളില്ലാത്തതുമായ അപേക്ഷകളും പരിഗണിക്കുന്നതല്ല. അപേക്ഷാ ഫീസും സർട്ടിഫിക്കറ്റുകളുടെ സാക്ഷ്യപ്പെടുത്തിയ പകർപ്പുകളും പ്രവൃത്തി പരിചയ സർട്ടിഫിക്കറ്റും അപേക്ഷയോടൊപ്പം ഓൺലൈനായി സമർപ്പിക്കാവുന്നതാണ്. റാങ്ക് ലിസ്റ്റിൽ നിന്ന് നിയമന ശുപാർശ ലഭിക്കുന്ന ഉദ്യോഗാർത്ഥി യഥാസമയം ജോലിയിൽ പ്രവേശിക്കാത്ത പക്ഷം ഈ നിയമനം റദ്ദാക്കുന്നതും ലിസ്റ്റിൽ നിന്നും ഒഴിവാക്കുന്നതുമാണ്. റാങ്ക് ലിസ്റ്റിൻ്റെ കാലാവധി പ്രസിദ്ധീകരിച്ച തീയതി മുതൽ 1 വർഷമായിരിക്കും. ഒഴിവുകളുടെ എണ്ണത്തിൽ മാറ്റം ഉണ്ടായേക്കാം. നിയമനം ലഭിക്കുന്നവർ സംസ്ഥാനത്തിലെ ഏത് ജില്ലയിലും പ്രവർത്തിക്കാൻ സന്നദ്ധരായിരിക്കണം. കൂടാതെ നിയമനം ലഭിക്കുന്ന ജില്ലയിൽ കരാർ കാലാവധി അവസാനിക്കുന്നതുവരെ സേവനം അനുഷ്ഠിക്കേണ്ടതുമാണ്. ഈ തസ്തികയിലേക്ക് ആവശ്യപ്പെട്ടിരിക്കുന്ന പ്രവൃത്തി പരിചയം അപേക്ഷ സമർപ്പിക്കുന്നതിനുള്ള നിബന്ധന മാത്രമാണ്. തസ്തികയിൽ നിയമനം ലഭിച്ചാൽ പ്രസ്തുത പ്രവൃത്തി പരിചയം തസ്തികയുടെ വേതന വർധനവിനോ മറ്റു ആനുകൂല്യങ്ങൾക്കോ പരിഗണിക്കുന്നതല്ല. ഒന്നുകൂടി വായിക്കാം. ഈ തസ്തികയിലേക്ക് ആവശ്യപ്പെട്ടിരിക്കുന്ന പ്രവൃത്തി പരിചയം അപേക്ഷ സമർപ്പിക്കുന്നതിനുള്ള നിബന്ധന മാത്രമാണ്. തസ്തികയിൽ നിയമനം ലഭിച്ചാൽ പ്രസ്തുത പ്രവൃത്തി പരിചയം ഈ തസ്തികയുടെ വേതന വർധനവിനോ മറ്റ് ആനുകൂല്യങ്ങൾക്കോ പരിഗണിക്കുന്നതല്ല.
എക്സിക്യൂട്ടീവ് ഡയറക്ടർ, സംസ്ഥാന ദാരിദ്ര്യ നിർമ്മാർജ്ജന മിഷൻ, കുടുംബശ്രീ. അപ്പോൾ ഇതും മുൻപ് പറഞ്ഞ പോലെയുള്ള നിർദ്ദേശങ്ങൾ തന്നെയാണ്. ലാസ്റ്റ് ഡേറ്റ് മാർച്ച് 4-ാം തീയതിയാണ്. എല്ലാവരും അപേക്ഷ സമർപ്പിക്കാൻ യോഗ്യരായിട്ടുള്ളവരും കുടുംബശ്രീ അംഗങ്ങളുമായ വനിതകൾ യഥാസമയം അപേക്ഷ സമർപ്പിക്കുക. അപ്പോൾ വേറെ ഒരു വീഡിയോയുമായി വേഗം തന്നെ വരുന്നതാണ്. താങ്ക് യു ഫോർ വാച്ചിങ്.